നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ ഓണക്കാലത്തെ പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. ഇതിൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, അതോടൊപ്പം തന്നെ പെൻഷൻ, മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, ഉത്സവബത്ത ബോണസ്, ഇങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിപ്പോൾ. 2,200 കോടി രൂപയാണ് നാളെ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. നിലവിൽ 14,000 കോടി രൂപയ്ക്ക് മുകളിൽ UDF സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ചെലവുകൾ ഉള്ള ഒരു മാസം കൂടിയാണ്. അതുമാത്രമല്ല, കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ട സമയവും. സാധാരണഗതിയിൽ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നത് എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചയിലാണ്. പക്ഷേ അവസാന ആഴ്ചയിൽ ഓണം വരുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് ഈ 3-ാമത്തെ ആഴ്ചയിൽ തന്നെയായിരിക്കും വിതരണം. നാളെ കൃത്യമായിട്ട് പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ, ഇതിൽ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ വിതരണം, പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ്റെ വിതരണം, ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കുടിശ്ശികയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ പുനഃസ്ഥാപിച്ച് നൽകുക കൂടി ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം. അപ്പോൾ കൃത്യമായിട്ട് നാളെ ഇതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിർണായക അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരുകയാണ് എന്ന് കൃത്യമായിട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വഴി അറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഒരു വർഷക്കാലത്തേക്ക് പദ്ധതി തുടരുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കുടിശ്ശിക വന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകുകയും ചെയ്യും. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ അന്തിമ അംഗീകാരമായിട്ടില്ല. ഉത്തരവുകൾ വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്പം കാലതാമസം ഇതിൻ്റെ വിതരണത്തിൽ ഉണ്ടാകും. എങ്കിൽ പോലും അപേക്ഷ വെച്ച അപ്രൂവൽ ലഭിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യത്തെപ്പറ്റി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. നിലവിൽ ആ പദ്ധതി താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് തന്നെയാണ്. ഈ പദ്ധതി ഇനി തുടരുന്നതിനോട് സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പകരമൊക്കെയായിട്ട് പ്രിയദർശിനി എന്ന് പറയുന്ന സൗജന്യ യാത്രാ പദ്ധതി ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിൽ ഏകദേശം 18 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളവരാണ്. 1,000 രൂപയായിരുന്നു പ്രതിമാസ പെൻഷനായിട്ട് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ തുടരുന്നില്ല എന്നൊരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഓണക്കാലത്തോ അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലോ ഈ പദ്ധതിയെപ്പറ്റി കൂടുതൽ പ്രതീക്ഷകൾ വയ്ക്കേണ്ട ആവശ്യമില്ല. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യവും റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സപ്ലൈകോ വഴി 13 പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതും സെപ്റ്റംബർ മാസത്തെ ആവശ്യമാണ് എങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് വാങ്ങാനുള്ള അവസരം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തുക. നമ്മളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈകോയിൽ ലഭ്യമാണ്. അതുമാത്രമല്ല, നിലവിൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ, സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സ്റ്റോക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുകൾ ഹാജരാക്കി റേഷൻ കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യം വാങ്ങുക. അതോടൊപ്പം തന്നെ സപ്ലൈകോയിലും കാർഡുകൾ ഹാജരാക്കി ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തം കിറ്റ്, ഉത്രാടം, തിരുവോണം കിറ്റ് എന്നിങ്ങനെ 3 തരം പ്രത്യേക കിറ്റുകൾ കൂടിയുണ്ട്. അധിക ഉൽപ്പന്നങ്ങൾ കിറ്റിൽ ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുക. 1,000 രൂപയുടെ അത്തം കിറ്റ് ഉത്രാടം കിറ്റിന് 1,500 രൂപയാകും. തിരുവോണം കിറ്റിന് 2,000 രൂപയോളമാകും. എങ്കിലും ഇതിൽ 150 രൂപ മുതൽ 550 രൂപ വരെ അധിക വിലയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കിറ്റിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൈപ്പറ്റുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.